രാകേഷ്, എന്തായാലും 10 ദിവസം നീണ്ട കാത്തിരിപ്പിന് ചെറിയൊരു ആന്റി ക്ലൈമാക്സ് ആണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് ഈ ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു, പക്ഷേ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഒരു ഉത്തരമായില്ല എങ്കിൽ പോലും ഒരു തീയതി പറഞ്ഞിരിക്കുകയാണ്. ഇതിനു മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ 48 മണിക്കൂർ അല്ലെങ്കിൽ 23-ാം തീയതി വരെ സമയമുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ 50 ദിവസങ്ങൾ എടുത്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ നാളെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു കാര്യം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ജയറാം രമേശിനെയാണ് അതിന് ചുമതലപ്പെടുത്തിയതും. അദ്ദേഹം വന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് നാളെ പ്രഖ്യാപിക്കും എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. നാളെ എപ്പോൾ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി, എന്തിനാണ് ഇനിയും ഇത്രയും സമയം, നാളെ ഒരു ദിവസം കൂടി കാത്തു നിൽക്കുന്നത്, ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞതല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ചെറിയൊരു ആശങ്കയ്ക്ക് വഴിയില്ലാത്ത രീതിയിൽ നാളെ ഇതിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിപ്പോൾ ആരുടെ പേരാണെങ്കിലും എങ്ങനെയാകും പ്രവർത്തകർ അത് സ്വീകരിക്കുക? എന്തുകൊണ്ടാണ് നാളത്തേക്ക് കൂടി ഇത് കുറച്ച് നീട്ടിവെച്ചിരിക്കുന്നത്? രാകേഷ്, സ്വാതി, അങ്ങനെ 10 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് അടുക്കുകയാണ് ഹൈക്കമാൻഡ്. ഇപ്പോൾ ഏതായാലും ചർച്ചകൾ പൂർത്തിയാക്കി, ഇനിയൊരു തുടർ ചർച്ചകൾക്ക് സാധ്യതയില്ല. അതാണിപ്പോൾ ജയറാം രമേശിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അദ്ദേഹം മാധ്യമ വിഭാഗങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ്. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമാണ് ഇപ്പോൾ ഏതായാലും വസതിയിൽ ചർച്ച നടത്തിയത്. അതിനുശേഷം ഈ ചർച്ചകൾക്ക് ശേഷമാണ് ജയറാം രമേശ് അവിടെ എത്തുകയും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഒറ്റ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിനോട് അടുക്കുകയാണ് ഹൈക്കമാൻഡ്. ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോൾ നാളെ എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നാളെ പ്രഖ്യാപനം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കാരണം 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നത്. ആ പേരുകളിൽ തട്ടി ചർച്ച മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒറ്റ പേരിലേക്ക് എത്തുമ്പോൾ മറ്റു 2 നേതാക്കളെ അന്വയിപ്പിക്കേണ്ടതുണ്ട്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു സമയമായി ഇതിനെ കണക്കാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജയറാം രമേശ് ഏതായാലും ഇത്തരത്തിൽ നാളെ പ്രഖ്യാപനം എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത്. ഏതായാലും ചർച്ചകളിൽ നമുക്കറിയാം MLA-മാരുടെ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ KC വേണുഗോപാലിനായിരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെ അങ്ങനെയായിരുന്നു. പക്ഷേ അതിനൊരു ചിത്രം മാറുന്നത്, കളം മാറുന്നത് ഇന്നലെയോട് കൂടിയാണെന്ന് തന്നെ പറയാം. കാരണം കേരളത്തിൽ നിന്നുള്ള മുൻ PCC അധ്യക്ഷന്മാരെയൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് ഇന്നലെയാണ്. VM സുധീരൻ തന്റെ അഭിപ്രായം പറഞ്ഞു. VD സതീശന് അനുകൂലമായ നിലപാടാണ് VM സുധീരൻ പങ്കുവച്ചത്. K മുരളീധരൻ ജനവികാരം മാനിക്കണമെന്ന നിലപാട് മുന്നോട്ട് വെച്ചു. കൂടാതെ AK ആന്റണി, പൊതുവെ AK ആന്റണി കേരളത്തിന്റെ തീരുമാനങ്ങളിലൊക്കെ തന്നെ അന്തിമ നിലപാട്, അല്ലെങ്കിൽ AK ആന്റണി പറയുന്ന വാക്കുകൾക്ക് വലിയ വില കൊടുക്കാറുണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഇന്ന് AK ആന്റണിയുമായി സംസാരിച്ചു. ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷും ഇന്ന് സംസാരിച്ചു. VD സതീശന് അനുകൂലമായ നിലപാടാണ് കൊടിക്കുന്നിൽ സുരേഷ് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കളം KC വേണുഗോപാലിന് അനുകൂലമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ നിലയ്ക്കാണ് കാര്യങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. VD സതീശനെ കൂടി ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു എന്ന് വേണം എത്താൻ. ഏതായാലും ഏത് പേരിലേക്കാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ തറപ്പിച്ച് പറയുക വയ്യ. പക്ഷേ ഒറ്റ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കൂടുതൽ മറ്റു നേതാക്കളെയൊക്കെ തന്നെ പറഞ്ഞ് ബലിപ്പിക്കേണ്ടതുണ്ട്. മാത്രം ഈ പ്രഖ്യാപനം വൈകിയത് പോലും താഴെ തട്ടിൽ അണികൾ എങ്ങനെ ഇതിനെ ഏറ്റെടുക്കുമെന്നതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം 10 ദിവസം പോലും വൈകിയത്. മറിച്ച് പ്രഖ്യാപിക്കാനുള്ള പ്രശ്നം കൊണ്ടല്ല, മറിച്ച് അണികൾ എങ്ങനെ ഇതിനെ ഏറ്റെടുക്കുമെന്നാണ് ഹൈക്കമാൻഡിന് മുന്നിലുണ്ടായിരുന്ന വലിയ പ്രശ്നം. കാരണം നേരത്തെ തന്നെ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നു, ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതൊക്കെ തന്നെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സമയം അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ നാളെ പ്രഖ്യാപനം എന്ന നിലയിലേക്കൊക്കെ തന്നെ പോയത്. രണ്ടാമത് സ്വാതി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, എവിടെയാണ് പ്രഖ്യാപനം എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ ആരായുന്നത് കണ്ടു ജയറാം രമേശിനോട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ജയറാം രമേശ് നൽകിയില്ല. സാധാരണഗതിയിൽ ആദ്യം മെസ്സേജ് വരാറുണ്ട്, പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രഖ്യാപനം നടത്താൻ പോകുന്നു എന്ന രീതിയിലൊക്കെ തന്നെ AICCയുടെ മെസ്സേജ് പലപ്പോഴും വരാറുണ്ട്. അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലൂടെ AICC പ്രഖ്യാപിക്കാറുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ സ്ഥാനാർത്ഥിത്വം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടൊരു പ്രഖ്യാപനമാണ് നടത്തിയത്. അതുപോലെ AICC നേതൃത്വം അല്ലെങ്കിൽ KPCC ആസ്ഥാനത്തോ പ്രഖ്യാപനം നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഏതായാലും നൽകിയിട്ടില്ല ഹൈക്കമാൻഡ്. ഏതായാലും 10 ദിവസമായി ഈ പേരിൽ ഒരു തീരുമാനമായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒറ്റ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. അതായത് നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുകയാണ്. സ്വാതി.